ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ തിങ്കളാഴ്ച ദിവസമാണല്ലേ കാണാറ്. ഇന്നിപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് കുറച്ച് ഓണം വിഭവങ്ങൾ പരിചയപ്പെടുത്താനാണ്. പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. അവിയൽ, ഓലൻ, ഇഞ്ചും പുളി, സാമ്പാർ, അങ്ങനെയുള്ള ഐറ്റംസ്. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് അവിയൽ എത്ര പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്നാണ്. ഇതിപ്പോൾ ഞാനല്ല ചെയ്യുന്നത്, എൻ്റെ അമ്മയാണ്. അപ്പോൾ അതിനാവശ്യമുള്ള അത്യാവശ്യം വേണ്ട പച്ചക്കറികളൊക്കെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പയറുണ്ട്, ചേനയുണ്ട്, കായുണ്ട്, മത്തനുണ്ട്, ക്യാരറ്റ് ഉണ്ട്, കൊത്തമരയുണ്ട്, ചെറിയൊരു കഷ്ണം മുരിങ്ങക്കായുണ്ട്. അങ്ങനെ എല്ലാ കഷ്ണങ്ങളും കൂടി നമുക്കൊരു അടികട്ടിയുള്ള പാത്രത്തിലേക്ക് ഇടാം. 2-3 പച്ചമുളക് കീറിയിടാം. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി 1/2 കപ്പ് വെള്ളം, അതൊന്ന് വേവാനുള്ളതാണത്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ചേർന്നിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ മറിച്ച് ഇട്ട് ഇളക്കി മിക്സ് ചെയ്ത് എടുത്താലും മതി. എന്നിട്ടതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്കതിലേക്ക് അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് 2-3 പച്ചമുളക്, ഒരു 3-4 ചുവന്നുള്ളി, 1/4 ടീസ്പൂൺ ജീരകം, അരമുറി തേങ്ങ ചിരകിയത്, ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അവിയലിനുള്ളൊരു അരപ്പാണ് അത്. നന്നായി പേസ്റ്റ് പോലെ ആക്കിയെടുക്കരുത്, ചമ്മന്തി പോലെ അരച്ചെടുക്കാനേ പാടുള്ളൂ. ഒന്ന് ഒതുക്കിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. അത് ഉടയാത്ത രീതിയിൽ ഇളക്കി കൊടുക്കണം. പച്ചക്കറിയൊക്കെ നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് കിട്ടണം. ഉടഞ്ഞ് ചേർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭംഗി പോവും. ഇനി അതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്തിട്ടുണ്ട് ഞാൻ. പുളിക്കനുസരിച്ചാണ് തൈര് ചേർക്കേണ്ടത്. അത് പുളി നോക്കിയിട്ട് നിങ്ങൾ ആവശ്യത്തിനുള്ള തൈര് ചേർക്കാം. കുറച്ച് പുളി മേലെ നിൽക്കണം. ഇപ്പോൾ നമ്മൾ നേരത്തെ ഒഴിച്ച വെള്ളവും തൈരും ഒക്കെ കൂടി മിക്സ് ചെയ്ത് ആ പച്ചക്കറിയിലൊന്ന് പിടിക്കണം. അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ ആ പച്ചക്കറി മുറിയാതെ ഇളക്കി കൊടുക്കണം. നമുക്കിതുപോലെ പതച്ച് തള വരുമ്പോൾ നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. അവസാനത്തെ വെള്ളം വറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. എന്നിട്ട് പച്ചക്കറി ഉടഞ്ഞു പോവാതെ ശ്രദ്ധിച്ച് ഈ അരപ്പ് എല്ലായിടത്തേക്കും എത്തിക്കാം. ഇനി ബാക്കിയുള്ള തൈരും ആ വെള്ളവും ഈ അരപ്പെല്ലാം കൂടി ഒന്ന് മിക്സായി അടിപൊളിയാവും. ഇപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കത് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ചേർക്കാം. ഒരു 1-1.5 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർക്കാം. എന്നിട്ട് ശ്രദ്ധിച്ച് നന്നായി ഇളക്കി കൊടുക്കാം. അത്യാവശ്യം അടി കട്ടിയുള്ള പാത്രം എടുക്കുക, അല്ലെങ്കിൽ കുക്കറിലും ചെയ്യാം. ഇപ്പം നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. വെറും 10 മിനിറ്റ് വേണ്ട ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ. അത്ര എളുപ്പത്തിൽ നമുക്ക് അടിപൊളിയായിട്ട് അവിയൽ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനെല്ലാവർക്കും ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വിഭവമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം.